Hello friends, welcome to You and Me Learning. Here we are going to start a new chapter titled Polya. Dears, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറയാൻ കാരണം നമ്മളൊട്ടും ചിന്തിക്കാത്ത ഒരു ട്വിസ്റ്റൊക്കെ ഈ സ്റ്റോറിയിലുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ അക്ഷരജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. വി ഓൾ ആർ ലിറ്ററേറ്റ് അല്ലേ, നമ്മളെല്ലാവരും ലിറ്ററേറ്റ് ആണ്, നമുക്ക് അക്ഷരാഭ്യാസമുണ്ട്. എന്നാൽ ലിറ്ററേറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരനുഭവിക്കുന്ന പ്രോബ്ലം അല്ലെങ്കിൽ അവർ എന്നുള്ളത് ശരിക്കും മാറ്റത്തിന് വിധേയരാകേണ്ട വ്യക്തികളാണ് എന്നുള്ളതാണ് നമ്മൾ ഈ കഥയിൽ മനസ്സിലാക്കേണ്ടത്. അക്ഷരജ്ഞാനം എന്നുള്ളത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്കതുമായി ബന്ധപ്പെട്ട ഈ കഥയിലേക്ക് കടക്കാം. പോളിയ വാസ് അൻ ഇല്ലിറ്ററേറ്റ് വുമൻ. ഷീ കുഡിൻറ്റ് ഈവൻ റൈറ്റ് ഹെർ നെയിം. പോളിയ എന്നുള്ളത് അക്ഷരാഭ്യാസം ഇല്ലാത്തൊരു സ്ത്രീയാണ്. അവർക്ക് അവരുടെ പേര് പോലും എഴുതാൻ കഴിയില്ല. പോളിയാസ് ഹസ്ബൻഡ് ഹവെവർ വാസ് എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യൽ. പക്ഷെ പോളിയയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഓഫീസറാണ്. ഹി ഹാഡ് വൺസ് ബീൻ എ സിമ്പിൾ പെസൻറ്റ് മീൻസ് ഫാർമർ, കർഷകൻ. ബട്ട് 5 years in the city had taught him a lot, not only how to write his name but also how to be a successful officer. അപ്പോൾ ഒരിക്കൽ ഇദ്ദേഹം ഒരു കർഷകനായിരുന്നു. ഒരു സാധാ കർഷകനായിരുന്ന ഈ വ്യക്തിയിൽ നിന്നും ഇദ്ദേഹം ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയി മാറുമ്പോൾ ഇദ്ദേഹം 5 വർഷം കൊണ്ട് ഈ സിറ്റിയിൽ വന്ന് താമസിക്കുകയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? എങ്ങനെയാണ് തൻ്റെ പേര് എഴുതുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് നല്ലൊരു ഓഫീസറായിട്ട് മാറേണ്ടത് എന്നുമുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചെടുത്തു. ആരാണ്? പോളിയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് പഠിച്ചെടുത്തു. ഹൗവെവർ ഹി വാസ് നോട്ട് വെരി ഹാപ്പി ടു ഹാവ് ആൻ ഇല്ലിറ്ററേറ്റ് വൈഫ്. എന്തൊക്കെയായിരുന്നാലും അദ്ദേഹം അത്ര സന്തോഷവാനായിരുന്നില്ല. കാരണം തൻ്റെ ഭാര്യ ഇല്ലിറ്ററേറ്റാണ്. തൻ്റെ ഭാര്യയ്ക്ക് ഈ കാര്യങ്ങളൊന്നും പേര് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. Next paragraph says like this: Polya, you ought to at least learn how to write your name. He used to say to his wife, my last name is an easy one, 2 syllables, Kuchkin, and still you can't write it. I wish you had learned. അപ്പോൾ പോളിയോട് ഹസ്ബൻഡ് എപ്പോഴും പറയുന്നത്, നീ അറ്റ്ലീസ്റ്റ് പേര് എഴുതാനെങ്കിലും പഠിക്കുക. എൻ്റെ പേരിൻ്റെ ലാസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റത്തെ 2 വാക്കുകളുള്ളൂ, കുച്ചിക്കിൻ എന്നാണ്. എന്നിട്ടും നിനക്കിതൊന്നും എഴുതാൻ അറിയില്ലല്ലോ, നിനക്കിതൊക്കെ എഴുതാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് പോളിയയുടെ ഹസ്ബൻഡ് പറയാണ്. പോളിയ യൂസ് ടു വേവ് ഇറ്റ് അസൈഡ്. എന്ത് പറഞ്ഞാലും പോളിയ എന്ത് ചെയ്യുക, മൈൻഡ് ചെയ്യില്ല. ദർ ഇസ് നോ യൂസ് ഇൻ മൈ ട്രൈങ് ടു ലേൺ ഇറ്റ് നൗ ഇവാൻ എന്നെ ഇപ്പോൾ അത് എഴുതാൻ പഠിപ്പിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഷീ വുഡ് ആൻസർ, ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. എനിക്ക് പ്രായമായിട്ട് വരികയാണ്. മൈ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് സ്റ്റിഫ്. എൻ്റെ വിരലുകളൊക്കെ നല്ല ഇങ്ങനെ സ്റ്റിഫായിട്ട് വടി പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. വൈ ഷുഡ് ഐ ട്രൈ ടു റൈറ്റ് നൗ. ഞാൻ എന്തിനാണ് ഇപ്പോൾ എഴുതണേ? ഇങ്ങനെ അത് ഫ്ലെക്സിബിൾ ആവുന്നില്ല വിരലുകളൊക്കെ. ലെറ്റ് ദ യങ് വൺസ് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ എങ്ങനെയാണ് എഴുതുക വായിക്കാമെന്നൊക്കെ, അല്ലാണ്ട് എന്നെ ഇപ്പോൾ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് പോളി എപ്പോഴും ഹസ്ബൻഡിൻ്റെ വാക്കുകൾ ഇങ്ങനെ തള്ളിക്കളയാറുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. Polya's husband was a terribly busy man and did not have the time to argue with his wife, so he kept his mouth shut. ഇങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ഭയങ്കര തിരക്ക് പിടിച്ച വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഭാര്യയുമായിട്ട് വാഗ്വാദത്തിനൊന്നും നിൽക്കാറില്ല, ആർഗ്യൂ ചെയ്യാൻ നിൽക്കാറില്ല. അതുകൊണ്ട് ആൾ മിണ്ടാണ്ട് പോകും. ബട്ട് വൺ ഡേ ഇവാൻ നിക്കോളവിച്ച് കുച്ച്കിൻ, കാരണം അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഇവാൻ നിക്കോളവിച്ച് കുച്ച്കിൻ ഡിഡ് ബ്രിങ് ഹോം എ സ്പെഷ്യൽ ലിറ്റിൽ ബുക്ക്. പക്ഷെ ഒരു ദിവസം ഇദ്ദേഹം വീട്ടിലേക്കൊരു പ്രത്യേക പുസ്തകം കൊണ്ടുവന്നു. Here, Polya, he said, is the latest Teach Yourself Russian, which is based on up-to-date methods. I am going to show you how to use it. അപ്പോൾ പോളിയനെ വിളിച്ചിട്ട് ഹസ്ബൻഡ് പറയാണ്, പോളിയ നോക്കൂ, ഇവിടെ ടീച്ച് യുവർ സെൽഫ് റഷ്യൻ എന്നുള്ള ഭാഷ പഠിക്കാനുള്ള ഒരു പുതിയ പുസ്തകമാണിത്. ഇതെങ്ങനെയാണ് പുതിയ മെത്തേഡുകളാണ് ഇതിൽ പറയുന്നത്, എങ്ങനെയാണ് ഈ ഭാഷ പഠിക്കേണ്ടത് എന്നുള്ളത്. ഞാൻ നിന്നെ
അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്, ഈ പുസ്തകം വഴി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിന്നെ പറഞ്ഞു തരാം, നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് ഇദ്ദേഹം പറയാണ്. Polya gave a quiet laugh, took the book in her hands, turned it over, and hid it in the cupboard as if to say, "Let it be there. Maybe our grandchildren will have some use for it." പോളി എന്ത് ചെയ്തു, ആ പുസ്തകം എടുത്ത് പതുക്കെ മറിച്ചൊക്കെ ഒന്ന് നോക്കി, എന്നിട്ട് എന്ത് കബോർഡിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് പോളി എന്നെ ചിന്തിക്കുകയാണ്, ഇതിവിടെ ഇരിക്കട്ടെ, നമ്മുടെ പേരക്കുട്ടികൾക്ക് ഇത് ഉപകാരപ്രദമാകും. Next paragraph. One day Polya sat down to work. She had to mend a jacket for Ivan. The sleeve was torn, so Polya sat down at the table, took up her needle and put her hand under the jacket. She heard something rustling. ഒരു ദിവസം പോളിയ ഇങ്ങനെ സൂചിയൊക്കെ എടുത്ത് തയ്ക്കാനിരിക്കുകയാണ്. കാരണം ഇവാൻ്റെ ഒരു ഷർട്ടിൻ്റെ കൈ കുറച്ച് കീറിയിട്ടുണ്ടേ. അപ്പോൾ അതൊന്ന് തയ്ക്കാനായിട്ട് പോളി ഇരുന്നപ്പോൾ എന്തൊരു ശബ്ദം കേൾക്കുന്നു. ആ ജാക്കറ്റിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് പോളിയ ശ്രദ്ധിച്ചു. ഇതെന്താണ് എന്നറിയാനായിട്ട് പോളിയ നോക്കിയിട്ടുണ്ടാവൂലേ. മേ ബി ദർ ഇസ് മണി ഇൻ ദ പോളിയ തോട്ട്, പോക്കറ്റിൽ കാശുണ്ടാവും, അതായിരിക്കും ഇങ്ങനെ ഒരു ശബ്ദം. ഷീ ലുക്ക്ഡ് ഇൻസൈഡ് ആൻഡ് ഫൗണ്ട് എ ലെറ്റർ. അവളെ പോക്കറ്റിലേക്ക് നോക്കി, അവൾക്കൊരു കത്ത് കിട്ടി. ഇറ്റ് വാസ് എ നൈസ് ക്ലീൻ വൺ വിത്ത് എ നീറ്റ് ഹാൻഡ് റൈറ്റിംഗ്. വളരെ ഭംഗിയുള്ള, നല്ല വൃത്തിയുള്ള, നല്ല വ്യക്തതയിൽ എഴുതിയ നല്ലൊരു കത്ത്, നല്ല മനോഹരമായ കത്ത്. ദ പേപ്പർ സ്മെൽഡ് ഓഫ് പെർഫ്യൂം. ഈ കത്തിൽ നിന്നാണെങ്കിൽ എന്താണ്, കത്തിൻ്റെ ആ പേപ്പറിൽ നിന്ന് ഒരു നല്ല പെർഫ്യൂമിൻ്റെ മണം. ആൻഡ് ഇറ്റ് വാസ് ഇൻ എ ബ്ലൂ എൻവലപ്പ്. അത് നല്ലൊരു നീല കളറിലുള്ള കവറിലായിരുന്നു. പോളിയ ബിക്കെയിം പീൽ. പോളിയ ഇത് കണ്ടതോടുകൂടി ആകെ വിളറി വെളുത്തു. വാസ് ഇവാൻ ഇൻ ലവ് വിത്ത് അനദർ വുമൺ? ദൈവമേ, ഇവാൻ എന്തെങ്കിലും ലവ് അഫെയർ ഉണ്ടോ മറ്റൊരു സ്ത്രീയുമായി? വാസ് ഹി എക്സ്ചേഞ്ചിങ് ലവ് ലെറ്റേഴ്സ് വിത്ത് വെൽ എഡ്യൂക്കേറ്റഡ് ലേഡീസ് ആൻഡ് മേക്കിംഗ് ഫൺ ഓഫ് ഹിസ് പുവർ ഇല്ലിറ്ററേറ്റ് വൈഫ്? ദൈവമേ, ഇവാൻ മറ്റാർക്കെങ്കിലും നന്നായിട്ട് പഠിപ്പും അറിവൊക്കെ ഉള്ള സ്ത്രീകൾക്ക് വല്ല കത്തയക്കുകയോ അവരെന്നിട്ട് എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പോളിയ കടന്ന് ചിന്തിച്ചു പോയി. Polya looked at the envelope, looked out the letter and unfolded it. But since she was illiterate, how could she read it? പോളിയ കവർ എടുത്തു, അതിൽ നിന്നും കത്ത് പുറത്തേക്ക് എടുത്തു, എന്നിട്ട് അത് തുറന്നു. പക്ഷേ കൂട്ടുകാർക്കറിയാലോ, അവൾക്ക് വായിക്കാൻ അറിയില്ല. അവൾ എങ്ങനെ കത്ത് വായിക്കും? ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹർ ലൈഫ് പോളിയ വാസ് സോറി ദാറ്റ് ഷീ ഹാഡ് നോട്ട് ലേൺഡ് ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായി പോളിയയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി. തനിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തതിനെക്കുറിച്ച് ആദ്യമായിട്ട് പോളിയയ്ക്ക് സങ്കടം തോന്നിയ നിമിഷമാണിത്. ഈവൻ ദോ ഇറ്റ് ഈസ് സംബഡി എൽസ് ലെറ്റർ, ഷീ തോട്ട്. എന്തായാലും മറ്റൊരാളുടെ കത്താവാനാണ് സാധ്യത. ഐ ഹാവ് ഗോട്ട് ടു നോ വാട്ട് ഈസ് ഇൻ ഇറ്റ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എനിക്ക് അറിയണം. മേ ബി ഇറ്റ് വിൽ ചേഞ്ച് മൈ ഹോൾ ലൈഫ്. ഒരു പക്ഷേ ഇത് എൻ്റെ ജീവിതം മൊത്തം മാറ്റിമറിക്കാൻ പോകുന്ന കത്തായിരിക്കും. മേ ബി ഇവാൻ ലവ്സ് അനദർ വുമൺ. ഇവാൻ മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ടാവാം. മേ ബി ഐ വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ദ കൺട്രി ആൻഡ് വർക്ക് ആസ് എ പെസൻറ്റ്. എനിക്ക് തിരിച്ച് എൻ്റെ ഗ്രാമത്തിലേക്ക് പോയൊരു കർഷകയായിട്ട് ജീവിക്കേണ്ടി വന്നേക്കാം എന്നൊക്കെ പോളിയ ചിന്തിച്ചു പോവാണ്. പോളിയ സ്റ്റാർട്ടഡ് ടു ക്രൈ. പോളിയയ്ക്ക് കരച്ചിൽ വന്നു. ആൻഡ് ബിഗാൻ തിങ്കിങ് അബൌട്ട് ഹൗ ഇവാൻ സീം ടു ഹാവ് ചേഞ്ച്ഡ് ലേറ്റ്ലി. എന്നിട്ട് ഇവാനെ കുറിച്ച് ചിന്തിക്കുകയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവാൻ ഈയിടെയായിട്ട് വന്നിരിക്കുന്നത്. ഹീ സീം ടു ബി ടേക്കിംഗ് മോർ കെയർ ഓഫ് ഹിസ് മൊസ്റ്റാഷ് ആൻഡ് ഹിസ് ക്ലോത്ത്സ്. ഈയിടെയായിട്ട് ഇവാന് കുറച്ച് ശ്രദ്ധ കൂടിയിട്ടുണ്ട്. തന്നെ മീശയും അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ ഭയങ്കര ശ്രദ്ധയാണ്. പോളിയ സാറ്റ് ലുക്കിംഗ് അറ്റ് ദ ലെറ്റർ. പോളിയ അവിടെ ഇരുന്നു, കത്തും വെറുതെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. ഷീ കെപ്റ്റ് ക്രൈങ് ആൻഡ് സ്നിഫ്ലിങ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരുന്നു. ആൾക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല. ബട്ട് ഷീ കുഡ് നോട്ട് റീഡ് ഇറ്റ് അറ്റ് ഓൾ. എത്ര നോക്കിയിട്ട് ഇത് വായിക്കാൻ പറ്റണില്ല, അറിയില്ലല്ലോ. ടു ഷോ ഇറ്റ് ടു സമ്മൺ എൽസ് വുഡ് ബി അൺതിങ്കബിൾ. ആരെങ്കിലും കാണിച്ചു കൊടുക്കാനും പറ്റുമോ? ഇതങ്ങനത്തെ താൻ സംശയിച്ച രീതിയിലുള്ള കത്താണ് എങ്കിൽ ഇത് ആരെങ്കിലും കാണിച്ചു കൊടുക്കാനും പറ്റില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്.
Polya hid the letter in her cupboard, finished sewing the jacket, and waited for Ivan to come home. അപ്പോൾ പോളിയ ഈ ലെറ്റർ എന്താണ് കബോർഡിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് തുന്നലും കഴിഞ്ഞിട്ട് ഇവാൻ വരാൻ വേണ്ടി പോളിയ കാത്തിരുന്നു. When he returned, Polya did not let him know that anything had happened. പോളിയ എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം വന്നപ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഇരിക്കുകയാണ് കേട്ടോ. ഓൺ ദ കോൺട്രറി, ഇൻ എ കാം ആൻഡ് ഈവൻ വോയിസ്, she told her husband that she had nothing against doing a little studying and that she was fed up with being an ignorant, illiterate peasant. അപ്പോൾ പോളിയ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് പറയാണ്, എനിക്ക് ഇത് റഷ്യൻ പഠിക്കുന്നതിൽ യാതൊരുവിധ താല്പര്യക്കുറവുമില്ല. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇല്ലിറ്ററേറ്റായിട്ട് തുടരുക. അപ്പോൾ ഹസ്ബൻഡ് എന്നെ പഠിപ്പിക്കണമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നു. ഇവാൻ നിക്കോളവിച്ച് വാസ് ഓവർ ജോയ് ടു ഹിയർ ഇറ്റ്. ഇത് കേട്ടതോടുകൂടി അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ദാറ്റ്സ് ജസ്റ്റ് ഫൈൻ, ഹി സെഡ്. ഐ മൈസെൽഫ് വിൽ ടീച്ച് യു ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ തന്നെ നിന്നെ പഠിപ്പിക്കാം എങ്ങനെയാണ് ഇത് എഴുതാനും വായിക്കാനുമെന്ന് ഞാൻ തന്നെ നിന്നെ പഠിപ്പിക്കാമെന്ന് അദ്ദേഹം പറയാണ്. അങ്ങനെ പോളിയ റഷ്യൻ പഠിക്കാനായിട്ട് ആരംഭിച്ചു. ഓൾ റൈറ്റ്, ഗോ ഹെഡ്, സെഡ് പോളിയ ആസ് ഷീ സ്റ്റാർട്ടഡ് ഫിക്സഡ്ലി അറ്റ് ഇവാൻസ് ക്ലിപ്ഡ് ലിറ്റിൽ മുസ്റ്റാഷ്. അപ്പോൾ പോളിയ ഇവാനോട് പറഞ്ഞു, ശരിയെന്നാൽ നമുക്ക് ആരംഭിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് പോളിയ പറയുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഇവാൻ്റെ മീശമ നോക്കിയിട്ടാണ് കേട്ടോ പോളിയ ഇതൊക്കെ പറയുന്നത്. For 2 silent months, Polya studied every day. 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് പോളിയ ഓരോ ദിവസവും പഠിച്ചു. ഷി പേഷ്യൻ്റ്ലി പുട്ട് ടുഗെദർ ദ വേർഡ്സ്, ലേൺ ടു ഫോം ദ ലെറ്റേഴ്സ് ആൻഡ് മെമ്മറൈസ്ഡ് സെൻറ്റൻസസ്. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി വാക്കുകൾ പഠിച്ചെടുത്തു, അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകളാക്കാൻ പഠിച്ചു, സെൻറ്റൻസുകൾ ഓർമ്മിച്ചെടുത്തു. എവ്രി ഈവനിങ്, എല്ലാ വൈകുന്നേരവും, ഷീ ടുക്ക് ദ ട്രഷേർഡ് ലെറ്റർ ഔട്ട് ഓഫ് ദ കബോർഡ്. എല്ലാ വൈകുന്നേരവും കബോർഡിൽ നിന്ന് ആ കത്തെടുത്ത് നോക്കും. ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് സീക്രട്ട് മീനിങ്. എന്താണ് അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മീനിങ്, എന്താണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നറിയാനായിട്ട് ശ്രമിക്കും. ബട്ട് ഇറ്റ് വാസ് നോ ഈസി ജോബ്. പക്ഷേ ഒന്നും മനസ്സിലാവാറില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് വാസ് ദ 3rd month ബിഫോർ പോളിയ ലേൺഡ് ഹൗ ടു റീഡ്. ഇപ്പോൾ ഇതാ 3 മാസം കഴിഞ്ഞു പോളിയ വായിക്കാനും പഠിക്കാനും തുടങ്ങിയിട്ട്. വൺ മോർണിംഗ് വെൻ ഇവാൻ നിക്കോളവിച്ച് ഹാഡ് ഗോൺ ഓഫ് ടു ദ വർക്ക്, പോളിയ ടുക്ക് the letter out of the cupboard and started reading it. ഒരു ദിവസം രാവിലെ ഇവാൻ ജോലിക്ക് പോയതിന് ശേഷം പോളിയ കത്തെടുത്ത് വായിക്കാനായിട്ട് ആരംഭിച്ചു. 3 മാസം കഴിഞ്ഞു കേട്ടോ പഠനം തുടങ്ങിയിട്ട്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹർ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്മോൾ ഹാൻഡ് റൈറ്റിംഗ്. കൊച്ചു ഹാൻഡ് റൈറ്റിംഗ് ആണ്, ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു വായിക്കാനായിട്ട്. ബട്ട് ദ സ്ലൈറ്റ് സെൻറ്റ് ഓഫ് പെർഫ്യൂം ഫ്രം ദ പേപ്പർ പുഷ്ഡ് ഹർ ഓൺ. പക്ഷേ ആ ലെറ്ററിൽ നിന്ന് വരുന്ന സുഗന്ധം അവളെ അത് വായിക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ദ ലെറ്റർ വാസ് അഡ്രസ്ഡ് ടു ഇവാൻ നിക്കോളവിച്ച്. ലെറ്ററിൽ ആരെ അഡ്രസ്സ് ചെയ്ത്, ആർക്കുള്ള കത്താണിത്? ഇവാനുള്ള കത്താണിത്. ഹിയർ ഈസ് ദ ലെറ്റർ. ഡിയർ ഫ്രണ്ട്, ഐ ആം സെൻഡിങ് യു ദ ബുക്ക് ഐ പ്രോമിസ്ഡ്. പ്രിയ സുഹൃത്തെ, ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്ത, വാഗ്ദാനം ചെയ്ത പുസ്തകം ഞാൻ അയക്കുന്നു. ഐ തിങ്ക് ദാറ്റ് യുവർ വൈഫ് ഷുഡ് ബി ഏബിൾ ടു ലേൺ ഹൗ ടു റീഡ് ഇൻ 2 or 3 months. എനിക്ക് തോന്നുന്നത് നിൻ്റെ ഭാര്യയ്ക്ക് 2 or 3 മാസത്തിനുള്ളിൽ വായിക്കാനും എഴുതാനും പഠിക്കാൻ പറ്റും. പ്രോമിസ് മീ ഓൾഡ് ബോയ് ദാറ്റ് യു വിൽ മേക്ക് ഹർ ഡു ഇറ്റ്. നീ തന്നെ അവളെ പഠിപ്പിച്ചെടുക്കണമെന്ന് നീ തന്നെ എനിക്ക് പ്രോമിസ് ചെയ്. എക്സ്പ്ലെയിൻ ടു ഹർ, മേക്ക് ഹർ ഫീൽ ഹൗ ഡിസ്ഗസ്റ്റിംഗ് ഇറ്റ് ഈസ് ടു ബി ആൻ ഇല്ലിറ്ററേറ്റ് വുമൺ. അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അവൾക്ക് തന്നെ തോന്നണം എത്ര മോശം കേടാണ്, എന്താണ് അക്ഷരാഭ്യാസം ഇല്ല എന്നൊക്കെ പറഞ്ഞ് എത്ര മോശം കേടാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്ക്. മേക്ക് ഷുവർ യു ഡോണ്ട് ഫോർഗെറ്റ് ടു ടീച്ച് ഹർ ടു റീഡ് ആൻഡ് റൈറ്റ് ഇവാൻ നിക്കോളവിച്ച്. ഇവാൻ എന്തായാലും ഉറപ്പായിട്ട് നീ അവളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അവൾക്ക് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. വിത്ത് ഗ്രീറ്റിങ്സ് മരിയ. സ്നേഹത്തോടെ മരിയ എന്ന് പറഞ്ഞിട്ട് അതാണ് കത്ത്. അപ്പോൾ മരിയ ഇവാൻ എഴുതിയ കത്താണ്. മരിയ ഇവാൻ്റെ ഒരു ഫ്രണ്ടാണ്. മരിയ ആണ് ഇപ്പോൾ നമ്മുടെ പോളിയ പഠിക്കുന്ന പുസ്തകം അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതായിരുന്നു കൂട്ടുകാരെ ഈ കത്ത്. പോളിയ റെഡ് ദിസ് ലെറ്റർ ത്രൂ ട്വൈസ്. 2 തവണ പോളിയ അത് വായിച്ചു.
ദെൻ പ്രസ്സിങ് ഹർ ലിപ്സ് ടുഗെദർ സാഡ്ലി, അത് ഭയങ്കര സങ്കടമായി, സങ്കടത്തിൽ ചുണ്ടിങ്ങനെ ചേർത്ത് പിടിച്ച്. ആൻഡ് ഫീലിംഗ് സം ഹൗ സീക്രട്ട്ലി ഇൻസൾട്ടഡ്, ആകെ ഒരു നാണക്കേട് പോലെ തോന്നിയ ആൾക്ക്. കാരണം ഷീ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്, എന്നിട്ട് ആൾ കരഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ആൾക്ക് നാണക്കേട് തോന്നാൻ കാരണം എന്ത് മോശം കേടാണ്, എന്താണ് അറിവില്ല, അക്ഷരാഭ്യാസം ഇല്ല എന്ന് അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറയുന്ന ആ സെൻറ്റൻസ് ഉണ്ടല്ലോ, അത് വായിച്ചതോടുകൂടി പുള്ളിക്ക് സങ്കടമായി. അപ്പം ഇതാണ് കൂട്ടുകാരെ ഈ കഥ. ഇതാണ് ഈ കഥയിലെ ട്വിസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. കൂട്ടുകാരെല്ലാവരും ഇത് വായിച്ച് മനസ്സിലാക്കുക. നല്ലൊരു സ്റ്റോറിയാണിത്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് തുടക്കത്തിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇത് മിഖായിൽ എന്നു പേരുള്ള ഒരു റൈറ്ററാണ്. അദ്ദേഹം വാസ് എ സോവിയറ്റ് ഓതർ ആൻഡ് സറ്റൈറിസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം കണ്ട കൂട്ടുകാരെ, ഇവിടെ ചിത്രം നോക്കൂ. ഇവിടെ നമ്മുടെ റൈറ്ററിൻ്റെ ചിത്രമുണ്ട്, അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രൊഫൈലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പ്രൊനൗൺസിയേഷൻ മിഖായിൽ സോഷെൻക എന്നാണ്. മിഖായിൽ സോഷെൻക വാസ് എ സോവിയറ്റ് ഓതർ ആൻഡ് സാറ്ററിസ്റ്റ്. അദ്ദേഹം റഷ്യൻ റൈറ്ററാണ്. അതുപോലെ തന്നെ സറ്റയർ എഴുതുന്ന വ്യക്തിയാണ്, ആക്ഷേപഹാസ്യം പരിഹസിച്ചുകൊണ്ടുള്ള റൈറ്റിങ്സ്. ഹി വാസ് എ മെമ്പർ ഓഫ് ദ ഫേമസ് ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് കോളിംഗ് ദംസെൽസ് ദ സെറോപ്പിയൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം റൈറ്റേഴ്സിൽപ്പെടുന്ന എഴുത്തുകാരിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സോഷെൻകോ റോട്ട് എ സീരീസ് ഓഫ് ചിൽഡ്രൻസ് ഷോർട്ട് സ്റ്റോറീസ്, കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. അതായത് സീരീസാണ്, ഒരു കഥ കഴിഞ്ഞ് അടുത്ത കഥ, അങ്ങനെ കണ്ടിന്യൂറ്റിയുള്ള ഒരുപാട് കഥകൾ എഴുതിയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് സോഷെൻകോ. അപ്പോൾ ഇതാണ് റൈറ്ററെ കുറിച്ച്. അപ്പോൾ കൂട്ടുകാർ ഇത് വായിച്ച് മനസ്സിലാക്കാം.